കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ്റെ ഭരണം, കമ്മ്യൂണിസ്റ്റ് ഭരണം, അതിൻ്റെ വിധി നിർണയിക്കുന്ന ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത് നാളെ. ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ കണ്ടു, അതായത് NDA എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു, കേന്ദ്രമന്ത്രിമാർ വരുന്നു, അതേപോലെ തന്നെ BJPയുടെ നാഷണൽ ലീഡേഴ്സ്, പല സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാർ ഒക്കെ വന്നു. എൻ്റെ ഒരു ധാരണ ഇപ്പം നല്ലൊരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഗ്രാജുവൽ പ്രോസസ്സിൽ നമ്മൾ കണ്ടു ഒരു കുന്തവും ഉണ്ടായില്ല. ത്രികോണ മത്സരം പോലും BJP ഉദ്ദേശിച്ച പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഇല്ലാതായി. ഇതതിൻ്റെ കാര്യം. അതായത് BJPയും NDAയും കേരളത്തിലെടുത്ത നയപരമായ ബ്ലണ്ടർ, അതായത് ശബരിമല ഇഷ്യൂ ഉന്നയിച്ചില്ല, പിണറായി വിജയനെ താങ്ങാൻ പോയി. അതിൻ്റെ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് അവരുടെ എലക്ഷനിലുണ്ടാകുന്ന വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത് ഏകദേശം 10% ആ രീതി നിൽക്കും. അതായത് ഹ്യൂജ് സെറ്റ് ബാക്ക്. നേമത്ത് പോലും ലാസ്റ്റ് മൂവ്മെൻറ്റുകളൊക്കെ അറിയാൻ സാധിക്കുന്നത് ചന്ദ്രശേഖർ ജയിക്കും എന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരു സീറ്റെങ്കിലും അല്ലെ 2 സീറ്റെങ്കിലും കിട്ടും. മഞ്ചേശ്വരത്ത് ജയിക്കുന്ന ധാരണ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിഞ്ഞു. മഞ്ചേശ്വരത്തൊന്നും തൊടാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ പല പോളറൈസേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ എൻ്റെ ഒരു ധാരണ അതും പൊളിഞ്ഞു പോയി. മഞ്ചേശ്വരവും പൊളിഞ്ഞു പോവുക. നേമത്ത് നാടാർ വോട്ടുകൾ നിർണായകമാണ്. ശബരിനാഥ് കയറി വരികയാണ്. K. മുരളീധരനേക്കാളും വലിയ ശക്തനായ കാൻഡിഡേറ്റായി മാറി ശബരിനാഥ് ആരുടെ വോട്ടാണ് പിടിക്കുന്നത്? ഈ പറയുന്ന ഈ BJP വോട്ടുകളാണ് കയറി പിടിക്കുന്നത്. BJPക്ക് അനുകൂലമായി പോകുന്ന വോട്ടുകൾ. കാരണം എന്താ? എല്ലാവർക്കും അറിയാം. കാരണം BJP ഉദ്ദേശിച്ച തലത്തിലോട്ട് ഇത് പോയില്ല. അവർ എലക്ഷന് ജയിക്കണം, അതിനുവേണ്ടിയാണ് ഫൈറ്റ് ചെയ്ത്. ജയിച്ച അധികാരത്തിൽ വരണം. അല്ലാതെ 5 സീറ്റ് 10 സീറ്റ് ആ രീതിയിലല്ല പോകേണ്ടത്. 20 സീറ്റ് അങ്ങനല്ല. എലക്ഷൻ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൂടെ അധികാരത്തിൽ വരണം. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇനിഷ്യൽ സ്റ്റേജിലേ ഇല്ലാതെ ചില യൂട്യൂബേഴ്സും സാറ്റലൈറ്റ് ആൾക്കാരുകളൊക്കെ സാറ്റലൈറ്റ് ചാനലൊക്കെ പറഞ്ഞു, ഇനിഷ്യലി പറഞ്ഞ് BJP വലിയ ഫൈറ്റ് കൊടുക്കും, 10 സീറ്റ് കിട്ടും, 15 സീറ്റ് കിട്ടും. നോക്കുക, അവർ പോലും കംപ്ലീറ്റ് യൂട്ടേൺ അടിച്ചു. എൻ്റെ കാര്യം എന്താ? കാരണം ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. BJPക്ക് തൊടാൻ പറ്റത്തില്ല. അവരുടെ ഫൈറ്റ് എന്ന് പറയുന്നത് LDF UDF ഫൈറ്റായിട്ടങ്ങ് മാറി. പിണറായി വിജയനെതിരെയാണ് എലക്ഷൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. കാരണം മനസ്സിലാക്കുക നിങ്ങൾ, ആദ്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് CPMൻ്റെ കോട്ടകൾ ഓരോന്നായിട്ടും തീരുകയാണ്. തിരുവനന്തപുരം CPMൻ്റെ കോട്ടയാണ്. തിരുവനന്തപുരം പാർലമെന്റ് ഈ പറയുന്ന ജില്ലയെന്ന് പറയുന്നത്. കൊല്ലം CPMൻ്റെ കോട്ടയാണ്. ആലപ്പുഴ CPMൻ്റെ കോട്ടയാണ്. അതേപോലെ തൃശ്ശൂർ CPMൻ്റെ വലിയ കോട്ടയാണ്. ഇവിടൊക്കെ വെടി തീർന്നു പോകും CPM എന്ന് പറഞ്ഞ പാർട്ടി. ചില ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞ ജില്ലയ്ക്കകത്ത് CPMന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. കൊല്ലം വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഇവിടെ ഒന്നും ചിലപ്പോൾ ഒരൊറ്റ സീറ്റ് പോലും കിട്ടത്തില്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരിൽ ഭൂരിഭാഗവും ഒരു 90% പേരും തോക്കും, ഇൻക്ലൂഡിങ് പിണറായി വിജയൻ. ധർമ്മടത്ത് വലിയ ചലഞ്ചാണ് നേരിടുന്നത്. ഇതാണ് ജനാധിപത്യം. അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ വെച്ച് ഞാൻ എല്ലാത്തിനെയും അങ്ങ് ഭരിക്കും, ഞാനാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ പിണറായി വിജയൻ്റെ ലൈഫിൻ്റെ, അതായത് അയാളുടെ പൊളിറ്റിക്കൽ ലൈഫ് ഏറ്റവും തകർച്ചയിലോട്ട് പോകുന്നതിൻ്റെ സംഭവമാണ് നാളത്തെ ഇലക്ഷൻ്റെ, അതായത് പോളിംഗ് ഡേ. അത് കഴിയുമ്പം വരാൻ പോകുന്ന റിസൾട്ട്. അത് കേരളം ഞെട്ടത്തൊന്നുമില്ല ഈ റിസൾട്ടൊന്നും വരുമ്പോൾ. കാരണം ജനങ്ങളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. CPMൻ്റെ കേഡേഴ്സിനും കൃത്യമായിട്ട് പിടികിട്ടി. ഈ പ്രകടനം നടത്തിക്കൊണ്ടും ഈ പറയുന്ന ജാട കാണിച്ചുകൊണ്ടും പരിപാടിയൊന്നും നടക്കത്തൊന്നുമില്ല. ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. കേഡേഴ്സൊക്കെ അവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കും അവസാനം മൂവ്മെൻറ്റ് കൃത്യമായിട്ടറിയാം. ഉരുവപ്പെട്ട എല്ലാ സീറ്റുകളിലും ദയനീയമായിട്ട് തോൽക്കും. അപ്പം ചില സീറ്റുകൾ ഞാൻ പറയാം. ചടയമംഗലം കൊല്ലത്ത് CPMൻ്റെ ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് സീറ്റ് തന്നെയാണത്. ചടയമംഗലം കൊല്ലത്ത്. പുനലൂർ, പത്തനാപുരം എത്രയോ പ്രാവശ്യമായിട്ട്, കൊട്ടാരക്കര, ബാലഗോപാൽ, ഈ സീറ്റുകളിലൊക്കെ അടിമുടി CPM
തെറിച്ച് ദൂരെ പോകും. അതേപോലെ ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾ എടുത്തു വെച്ചോളൂ, ഒരൊറ്റ സീറ്റ് LDF ജയിക്കത്തില്ല, മുഴുവൻ സീറ്റിലും തോറ്റുപോകും. പത്തനംതിട്ട നിങ്ങൾ എടുത്തു വെച്ചോളൂ, എല്ലാവരും പറയുന്നു ജിനീഷ് കുമാർ ജയിക്കും, സാധ്യതയുണ്ട്. പക്ഷെ അവിടെ പോലും CPM കൃത്യമായിട്ട് അടി കിട്ടും. ഇതെല്ലാം കൂടെ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് നിങ്ങൾ എടുത്തു വെക്കുക, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും. അതായത് ജനങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ അട്ടിമുട്ടി തോൽപ്പിക്കുക. അതിനകത്ത് BJP എന്ന് പറയുന്നത് എവിടെയും വരുന്നില്ല. അതാണ് ഈ പ്രാധാന്യം. എന്തിനാണ് ഈ ശോഭാ സുരേന്ദ്രൻ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ പോയി പണം കൊടുക്കാതെ കയ്യോട് കയറി പിടിക്കുക? അവരൊരു ലോഫിംഗ് സ്റ്റോണായി മാറി. അതൊക്കെ വളരെ മോശമായ പരിപാടിയാണ്. ലാസ്റ്റ് മൂവ്മെൻറ്റിൽ അത് പൈസ കൊടുക്കാനും പഠിക്കണം ആദ്യം. അതാണ്, പൈസ വാങ്ങാൻ മാത്രമല്ല കൊടുക്കാനും പഠിക്കണം. അതൊക്കെ വലിയ ഫ്ലോപ്പ് ഷോ അല്ലേ ഉണ്ടായിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസുമായിട്ടാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. UDF LDF ആണ്, BJP എവിടെയില്ല. കാരണം ജനങ്ങൾക്ക് ആ കാര്യത്തിൽ വളരെ തീരുമാനമായി. BJP എവിടെയില്ല, അതായത് പിക്ചറിലില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് UDF വോട്ട് ചെയ്താൽ മാത്രമേ പിണറായി വിജയനും കൂട്ടരും പൂർണ്ണമായിട്ടും പരാജയപ്പെടുകയുള്ളൂ. അപ്പോൾ നിഷ്പക്ഷമായി നിൽക്കുന്ന പല ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ പറയുന്ന മോദിയുടെ പ്രഭാവം കൊണ്ട് ഈ BJPക്ക് അനുകൂലിക്കുന്നവരുണ്ട്. അപ്പം അവർക്കും ഈ പറയുന്ന BJPയുടെ നിലപാട്, അതായത് പിണറായി വിജയനെ അനുകൂലിക്കുന്ന നിലപാട്, അവരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇപ്രാവശ്യം ഈ പറയുന്ന UDF കയറി വോട്ട് ചെയ്യും. ചില ആൾക്കാർ പറയുന്നത് ഈ ശബരിമല ഒരു ഇഷ്യൂവേ അല്ല. ശബരിമല ഇഷ്യൂ തന്നെയാണ് കേരളത്തിലെ അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് ഇഷ്യൂ തന്നെയാണ്. പക്ഷെ അത് വോട്ട് കൺവേർട്ട് ചെയ്യാൻ BJPയെ കൊണ്ടും അവരുടെ നേതാക്കളെ കൊണ്ടും സാധിക്കില്ല. ഈ ഫൈനൽ മൂവ്മെൻറ്റിൽ ഈ പറയുന്ന കലാശക്കൂട്ടൊന്നും അല്ല ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വീടാന്തരം പോയി ഇലക്ഷനെ കൺവിൻസ് ചെയ്ത് വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. അതിൽ പൂർണ്ണമായിട്ടും LDFും പരാജയപ്പെട്ടു, ഈ പറയുന്ന NDAയും പരാജയപ്പെട്ടു. ഇപ്രാവശ്യം ഈ പറയുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് അവരുടെ കർമ്മഫലം അത് സംഭവമൊന്നുമല്ല. പക്ഷെ അവർ നല്ലൊരു ഫൈറ്റേഴ്സായിട്ട് അങ്ങ് മാറി. പിണറായി വിജയനോടങ്ങ് എതിർപ്പാണ്, വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് സതീശനാണ് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി മാറിയത്. അതായത് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, പ്രിയങ്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ലീഡേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ VD സതീശൻ ഒരു സ്റ്റാറായിട്ടങ്ങ് മാറി, ഒരു അക്സെപ്റ്റഡ് പൊളിറ്റീഷ്യനായിട്ട് മാറി. അക്സെപ്റ്റഡ് പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു അക്സെപ്റ്റഡ് ചീഫ് മിനിസ്റ്റർ പോസ്റ്റിലോട്ട് വരാനുള്ള പോസിബിലിറ്റി ഏറ്റവും കൂടുതൽ സതീശനായി മാറി. ഇതാണ് തമാശ. അവിടെയൊക്കെ രമേശ് ചെന്നിത്തലയൊക്കെ സംപൂജനായിട്ടങ്ങ് മാറി. ഇതാണ് ഉണ്ടായത്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് മെറിറ്റിൻ്റെ ഫാക്ടേഴ്സ് തന്നെയായിരിക്കും. കാരണം പോപ്പുലർ ലീഡർഷിപ്പിലോട്ട് പിണറായി വിജയനെ ചലഞ്ച് ചെയ്യാൻ പറ്റിയ ലീഡറായിട്ട് VD സതീശൻ മാറി. അവിടെ എവിടെയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എവിടെയും ഇല്ലാതായി. ഇതാണ് അതിൻ്റെ അടുത്ത തമാശ എന്ന് പറയുന്നത്. അതായത് BJPയുടെ വാട്ടർലൂ ആണ് 2026 കേരള അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുന്നത്. അതോടുകൂടി പാർട്ടിക്ക് വല്ലാതെ ക്ഷതം പറ്റിപ്പോവും. കാരണം ഫോക്കസ് ഇല്ലാത്ത പാർട്ടിയായി മാറി. എൻ്റെയൊക്കെ ധാരണ ഇത് വളർന്നു വരണം എന്നുള്ളൊരു നല്ല വലതുപക്ഷ പാർട്ടിയായിട്ട് കയറി വരണം എന്നായിരുന്നു. ആ സംഭവം ഒന്നും നടക്കത്തില്ല. അവർക്കൊരു ഡിസാസ്റ്റർ ദുരന്തമായിട്ട് പറയാം. ഉറപ്പായിട്ടും ഈ പറയുന്ന മലയാളി ക്രിസ്ത്യൻസിനെ അടിച്ചതും അറ്റാക്ക് ചെയ്തതും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും FCRA ഇഷ്യൂ ആണെങ്കിലും കാത്തലിക് സഭയുടെ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ അവരിന്നൊന്നും വെറുതെ നോക്കിയിരിക്കത്തൊന്നുമില്ല. പിന്നെ ഈ PC ജോർജും അതായത് ഷോൺ ജോർജും മാനിയുടെ PC ജോർജ് അതേപോലെയുള്ള കക്ഷികളൊന്നും ജനങ്ങളെ വിജയിപ്പിക്കത്തൊന്നുമില്ല. വായി തോന്നൊക്കെ വിളിച്ച് പറയാം, പിറ്റേ ക്ഷമ പറയുക. ഇതൊന്നും അക്സെപ്റ്റബിൾ അല്ല. ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. ഇതെല്ലാം മാറ്ററും ചെയ്യും. ഓരോ ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ പറയാം. നേമത്ത് 35,000-40,000 ഈ നാടാർ വോട്ടുകളുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ ഈ നാടാരെന്ന് പറയുന്നത് നേരത്തെ ഇവർ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യനായിട്ട് ഇങ്ങനെ ക്ലബ് ചെയ്ത് ജീവിക്കുന്ന ഫാമിലി ആയിരുന്നു. അതിൻ്റെ കാലത്ത് 10-15 വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് കൺവേർട്ടായി പെന്തക്കോസുകാരായി. അവർ മനസ്സിലാക്കിയവരുടെ പേരുകളല്ല ഇവിടുത്തെ ഇഷ്യൂ. പേരുകൾ പലതാണ്. ദുര്യോധനെന്നും പ്രശാന്തെന്നും രാമകൃഷ്ണനെന്നും നാരായണെന്നും സദാശിവൻ എന്നൊക്കെ ആയിരിക്കും.
പക്ഷേ ഇവരുടെ ബിലീവ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ബിലീവ്സ് ആണ്. അതായത് തിരുവനന്തപുരത്ത് കാട്ടാക്കടയാണെങ്കിലും പല ഭാഗത്തും ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമില്ലേ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത്. അവർ കൂടെ പോയി ബി ജെ പിക്ക് എങ്ങനെ വോട്ട് ചെയ്യും? ഇതാ ഈ കോൺഗ്രസ് പലയിടത്തും ജയിക്കുന്ന അവരുടെ കാൻഡിഡേറ്റിൻ്റെ കഴിവ് കൊണ്ടല്ല. അതായത് ഇന്ത്യയിലുണ്ടായേക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, കേരളത്തിലുണ്ടായേക്കുന്ന ഒരു ആൻറ്റി പിണറായി വിജയനുണ്ട്, CPM-നെതിരെയുള്ള ജനവിധിയുണ്ട്, ഒരു വേവാണ് പോകുന്നത്, അതായത് ഒരു തരംഗം. ആ തരംഗത്തിനകത്ത് എവിടെയും ഈ പറയുന്ന നല്ല കണ്ടസ്റ്റൻ്റായിട്ട് BJP കാൻഡിഡേറ്റുകൾ ഇല്ലാതായി മാറി. അതിലാണ് അവർ തുടച്ച് തകർന്ന് നാശമായിട്ട് പോകുന്നത്. അല്ലാതെ അവരോടുള്ള എതിർപ്പ് മാത്രമൊന്നുമില്ല. കാരണം അവരെങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അതിനിടയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ ആ പറയുന്ന കൺവേർഷൻ മാഫിയ എന്നും പറഞ്ഞ് അവർ RSS അവരുടെ ഹാർഡ് കോർ സോഷ്യൽ മീഡിയ നടത്തുന്ന ക്യാമ്പയിനൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. ഇതിലൊക്കെ ജനങ്ങൾക്ക് വളരെ വിഭ്രാന്തിയുണ്ട്, അപ്രിഹെൻഷനുണ്ട്. അതിൻ്റെ പേരിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല, നല്ല ബിസിനസ്സുകാരനാണ്, ലീഡറാണ്, ഇതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തൊരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് കാത്തലിക് സഭയുടെ ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിനകത്തൊരു കാര്യം കൂടെ പറയാം കൃത്യമായിട്ട്. സ്റ്റാൻ സ്വാമിയുടെ ഇഷ്യൂ എല്ലാ കാത്തലിക്സ് അച്ഛന്മാർക്ക്, സഭാവിശ്വാസികൾക്കും അറിയാം. ആരായിരുന്നു സ്റ്റാൻ സ്വാമി? അദ്ദേഹം ഫൈറ്റ് ചെയ്തത് ആദിവാസികൾക്ക് വേണ്ടിയാണ്. ജാർഖണ്ഡിൽ അവരുടെ ഭൂമി എടുത്തുകൊണ്ടിരുന്നു. അയാളെ എവിടെ ഇന്ന് വരെ BJP ആരും അയാളെ കൺവേർഷൻ മാഫിയ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അയാൾ ആരെയും കൺവേർട്ട് ചെയ്തിട്ടുമില്ല. അയാളെ ഫൈറ്റ് ചെയ്ത ആദിവാസികൾക്ക് വേണ്ടിയായിരുന്നു. ആ ഒരു സംഭവത്തിൽ അയാൾ അവസാനം ജയിലിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ സ്ട്രോ പോലും അനുവദിക്കാതിരുന്ന ഒരു ഭരണകൂടമുണ്ട്. അയാൾ ഫൈറ്റ് ചെയ്തത് ഈ പറയുന്ന ആദിവാസികൾക്ക്. ഉറപ്പായിട്ടും അവിടെ ഭരിക്കുന്നത് ഹേമന്ത് സോറനാണ്, ഷിബു സോറൻ്റെ മകനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ആ സ്റ്റേറ്റിൽ പോയിട്ടും ഈ പറയുന്ന റാഞ്ചി പോയിലും ഈ ഭാഗത്ത് പോയിട്ടും നിങ്ങൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ പറയാൻ പറ്റുമോ? ജാർഖണ്ഡിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ആദിവാസികളാണ് ഉള്ളത്. അപ്പോൾ അവിടെ വലിയൊരു മാറ്റമുണ്ട്. അതിനൊരു തുടക്കക്കാരൻ തന്നെയാണ്. അതായത് തുടക്കം അല്ലെങ്കിൽ പല രീതിയിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയ മനുഷ്യൻ തന്നെയാണ് സ്റ്റാൻ സ്വാമി. അദ്ദേഹം ഒരു ഫൈറ്ററായിരുന്നു. പ്രത്യേകിച്ച് കാത്തലിക് സഭയൊന്നും ഈ ഉണ്ടായ സംഭവങ്ങളൊന്നും മറക്കത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് FCRA ഇഷ്യൂ വന്നപ്പോൾ തന്നെ ഇവർ രണ്ടും കൽപ്പിച്ച് നിന്നത്. ഇത് സഭയെ തകർക്കുമല്ല, ഒരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയെ തകർക്കാൻ വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫോർമേഷൻ മാത്രമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം, കേരളത്തിലെ കാത്തലിക്സ് ഒന്നും ഈ പറയുന്ന BJPക്ക് ഒരു വോട്ടും ചെയ്യത്തില്ല. ഒരു ക്രൈസ്തവനും വോട്ട് ചെയ്യത്തില്ല. 1-2 വോട്ട് ചില ആൾക്കാർ അവിടുന്ന് ഇവിടുന്നൊക്കെ വോട്ട് ചെയ്യുന്ന ഗ്രൂപ്പായിട്ടൊന്നും ഈ BJPക്ക് വോട്ട് ചെയ്യത്തില്ല. ഈ മൊനമ്പത്ത് തന്നെ നിങ്ങൾ നോക്കിക്കോണം വരാൻ പോയി ഇലക്ഷനിൽ. അതായത് BJP ഏറ്റവും കൂടുതൽ സഹായിച്ചാണ്. അവിടെ പോലും BJPക്ക് സെറ്റ് ബാക്ക് ഉണ്ടാകും. അവിടെ വാർഡിൽ പോലും, ആ പഞ്ചായത്തിൽ പോലും BJP വലിയ രീതിയിൽ തോറ്റുപോകും. കാരണം ക്രൈസ്തവ ഭൂരിപക്ഷമാണ് ആ മേഖലയിൽ, പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക്സ്. എല്ലാം കൂടെ ക്ലബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറയാൻ സാധിക്കും, BJP ഒരു നേട്ടവും ഉണ്ടാക്കത്തില്ല. അതായത് തരംഗത്തിലാണ് BJP കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് പോകുന്നത്. പിണറായി വിജയനെതിരെയുള്ള തരംഗമാണ്. ആ തരംഗത്തിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അതായത് മുഖ്യമന്ത്രിയായിട്ട് എലക്റ്റഡ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന അവസാന ദിവസമായിരിക്കും. അതായത് ഇലക്ഷൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു ദിനങ്ങൾ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു കാരണവശാലും പഴയ പിണറായി വിജയനായിരിക്കുകയില്ല. എവിടെയെങ്കിലും കണ്ണൂരുള്ള അവിടെ ഇരിക്കുകയോ അതോടുകൂടി കേരളത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്ന ദുരന്ത രീതിയിലോട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടുപോയി എന്ന രീതിയിൽ തന്നെ കേരളത്തിലെ സഖാക്കൾ പിണറായി വിജയനെ പറയുന്ന ദിവസങ്ങൾ വരാൻ പോവുകയാണ്.